താങ്ക് യു പ്രൈസൻ. നമ്മുടെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ നടത്തുന്ന റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യം മുതൽ ഉള്ളവർക്ക് അറിയാം, നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗാർഷോ രാഹുൽ. എല്ലാ റിസോഴ്സ് പേഴ്സണും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു റിസർച്ച് വർക്ക്ഷോപ്പിന്റെ മെയിൻ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ, തിരുച്ചിറപ്പള്ളി ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്കിൽ PhD റിസർച്ച് സ്കോളറാണ് ഗാർഷോ രാഹുൽ. അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കിൽ UGC നെറ്റ്, കേരള സെറ്റ് എന്നിവയിലെ ക്വാളിഫയറുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ UGC നെറ്റ് സോഷ്യൽ വർക്ക് കോച്ചായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് മെയിനായിട്ട് ഗാർഷോ രാഹുൽ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് റിസർച്ച് പ്രപ്പോസൽസ് ആൻഡ് റിപ്പോർട്ട് എന്നൊരു ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തായിരിക്കും. എന്തുകൊണ്ടും ഈ ഒരു ടോപ്പിക് എടുക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ട വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് യൂസ്ഫുൾ ആക്കി ഒരു മാറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഏറെ സ്നേഹത്തോടെ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിൽ മിസ്റ്റർ ഗാർഷോ രാഹുലിനെ സ്വാഗതം ചെയ്യുന്നു. Thank you, ma'am. Now, Mr. Rahul sir, this floor is yours. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഒഡിബിൾ അല്ലേ? ഒഡിബിൾ ആണോ ഞാൻ? സൗണ്ട് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട് രാഹുൽ. Okay. 1 second please. ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് കുറച്ചും കൂടി റിസോഴ്സ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലുമൊക്കെ റിസർച്ച് ഏരിയ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു റൈറ്റ് എ റിസർച്ച് പ്രൊപ്പോസൽ എന്നാണ്. അതായത് ഒരു റിസർച്ച് പ്രൊപ്പോസൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതി നമ്മുടെ ഗൈഡിനെയോ അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആരെയോ ഒന്ന് ഇംപ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ആദ്യ ദിവസം തൊട്ട് പഠിച്ചിട്ടുള്ള, സത്യത്തിൽ ഈ ഒരു സെഷൻ നാളെ ആയിരുന്നു നമുക്ക് വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ക്യാച്ചിങ് ആവും. കാര്യം നമ്മൾ ഇത്രയും നാളും പഠിച്ച, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 4 ദിവസം, ഈ 4 ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്ലാസിന്റെ എല്ലാം ഒരു ഹലോ, ചെറിയൊരു എക്കോ ഉണ്ട്. ഒരു എക്കോ ഉണ്ട്. ഓക്കെ, സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഒരു എക്കോ വരുന്നത്. ഞാൻ 2 ഡിവൈസ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടാണ്. കുഴപ്പമുണ്ടോ എക്കോ? ഇപ്പൊ ഇല്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നാള് ഡിസ്കസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞൊരു സെഷനിലെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് റീഅറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ റിസർച്ച് പ്രൊപ്പോസൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഇപ്പൊ നമ്മൾ PG റിസർച്ച് ആയിക്കോട്ടെ, PhD ചെയ്യാൻ പോകുന്ന ടൈം ആയിക്കോട്ടെ, ആ ഒരു ടൈമില് വെയിറ്റ് 1 സെക്കൻഡ്.
ഹലോ, ക്ലിയർ അല്ലേ? ഇപ്പൊ കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. രാഹുൽ എക്കോ വരുന്നുണ്ട്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം. സൗണ്ട് ഭയങ്കര ലോ ആണ്. നമ്മൾ ഒരു റിസർച്ച് പ്രൊപ്പോസൽ എഴുതുമ്പോഴത്തേക്കും ഇതെന്റെ PhD പ്രൊപ്പോസലാണ്, നിങ്ങൾക്കൊരു മോഡലായിട്ട് തന്നേക്കുവാണ്. അത് നിങ്ങൾ റെഫർ ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ആദ്യം തന്നെ നമ്മുടെ റിസർച്ച് പ്രൊപ്പോസലിന് വേണ്ടത് ടൈറ്റിൽ ഓഫ് ദി സ്റ്റഡിയാണ്. അതായത് നമ്മുടെ സ്റ്റഡി എന്താണോ ആ ഒരു ടൈറ്റിലാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ ഈ ടൈറ്റിൽ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ഹാവ് ടു ഗിവ് എ എക്സാക്ട് ടൈറ്റിൽ ഓഫ് ദി റിസർച്ച്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ കൗൺസിലിംഗ്, അതേപോലെ തന്നെ ഒരു ഐ തിങ്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ അങ്ങനെ ഒരു ടോപ്പിക് ഞാൻ കണ്ടു. അപ്പോൾ ആ ഒരു ടൈറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാക്ട് ടൈറ്റിൽ നമ്മൾ കൊടുക്കും. നമ്മുടെ ടൈറ്റിൽ ആയിരിക്കും നമ്മുടെ റിസർച്ചിന്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊപ്പോസലിന്റെ ക്യാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈറ്റിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ ടൈറ്റിൽ ഒരുപാട് ലെങ്തിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡെലിവറൻസ് കറക്റ്റ് ആയിട്ട് മറ്റുള്ള ഒരാളോട്ട് നമുക്ക് ഡെലിവേർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ എന്റെ സ്റ്റഡിയുടെ ആ ടൈറ്റിലാണ് കാണുന്നത് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് അമംഗ് ദി യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി. നമ്മുടെ കേരളത്തിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലെ യൂത്ത് അനുഭവിക്കുന്ന സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, അതാണ് എന്റെ സ്റ്റഡിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ടോപ്പിക് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ സ്റ്റഡിയുടെ ടൈറ്റിലും എപ്പോഴും ക്യാച്ചീവ് ആയിരിക്കണം. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അങ്ങനെ ടോപ്പിക് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ്ഡ് ഏരിയ ആരാണോ ആ ഏരിയനെ നമ്മുടെ ടൈറ്റിലിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. ഇപ്പൊ നിങ്ങൾ മറിമായോ എന്നും പറഞ്ഞൊരു കോമഡി ഷോ ഉണ്ട് നമ്മുടെ മഴവിൽ മനോരമ ചാനലിൽ. അതിൽ PhD റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ ആ ഒരു കോമഡിയാണ്, ആ ഒരു ആക്ഷേപഹാസ്യത്തിലായ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ടൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതായിട്ട് പറയുന്നതാണ് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് സ്കിൻ ചേഞ്ച് ഓഫ് ക്യാമൽസ് ഇൻ സൗത്ത് ആഫ്രിക്ക, ദെൻ ടൊമാറ്റോ ലീഫ് പ്രോബ്ലം, അങ്ങനെയൊക്കെ പറയുന്നൊരു കോമഡി ആയിട്ട് പറയണം. അത്രയും ലെങ്തി ആയിട്ടൊന്നും ഒരിക്കലും നമ്മൾ ടൈറ്റിൽ വെക്കാൻ പാടില്ല. അത് അവർ ആക്ഷേപഹാസ്യത്തിലൂടെയാണ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. കാര്യം ആ PhD ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ ടൈറ്റിൽ എപ്പോഴും മാക്സിമം നമ്മൾ ചെറുതാക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് എ സ്റ്റഡി എമംഗ് അല്ലെങ്കിൽ എ സ്റ്റഡി, ഇങ്ങനെയൊക്കെ നമ്മൾ ടൈറ്റിൽ വെക്കാറുണ്ട്. ഇതൊരു 20 വർഷം മുമ്പുള്ള ഒരു ഫോളോ അപ്പ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിനകത്ത് പിന്നെയും ഈ സ്റ്റഡി എന്ന് പറഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. റിസർച്ച് എന്ന് പറയുന്ന സാധനം തന്നെ നമുക്കറിയാം സെർച്ചിങ് സ്റ്റഡി ആണ് എന്നാണ് അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ റിസർച്ചിന്റെ ഡെഫിനേഷൻ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നതാണ് റിസർച്ചിന്റെ മീനിങ്. അപ്പൊ നമ്മൾ വീണ്ടും ടൈറ്റിൽ കൊണ്ടുവന്നിട്ട് എ സ്റ്റഡി അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക എ സ്റ്റഡി ഓൺ സ്പെഷ്യൽ സ്റ്റഡി അങ്ങനെയൊന്നും പറഞ്ഞു വെക്കേണ്ട യാതൊരുവിധ ആവശ്യവും നമുക്കില്ല. അപ്പൊ ഓർക്കുക, എപ്പോഴും നമ്മുടെ ടൈറ്റിൽ ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, വളരെ ഷോർട്ടും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാളോട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ സിനിമയുടെ തലക്കെട്ടുകൾ കാണാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന സിനിമയിൽ അവർ ഒരു പാരഗ്രാഫ് പോലെ ടൈറ്റിൽ വെക്കാറുണ്ടോ? ഇല്ല. റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും ഷോർട്ട് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കും അവർ വെക്കുന്നത്. തമിഴ് സിനിമ തന്നെ ഇപ്പൊ വിജയുടെ ആയിക്കോട്ടെ, ഇപ്പൊ ഗോട്ട് എന്നാണ് വിജയുടെ ലാസ്റ്റ് ആയിട്ട് ഒരു സിനിമ ഇറങ്ങുന്നത്. ഗോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ്. അപ്പോഴും അവർ സിനിമാക്കകത്ത് എന്താ ഗോഡ് ആ ഷോർട്ട് ഫോം മാത്രമേ ഉള്ളൂ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയ് അങ്ങനൊന്നും അവർ പറയാറില്ല. അപ്പൊ ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മളുടെ സ്റ്റഡിയുടെ ടൈറ്റിൽ പേര് ചെറുതായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈറ്റിൽ ഓഫ് ദി സ്റ്റഡി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ പേര് വ്യക്തമായിട്ട് എഴുതുക. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ഗൈഡിന്റെ അണ്ടറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും നമ്മുടെ പൊസിഷനും നമ്മുടെ പേരും കറക്റ്റ് ആയിട്ട് എഴുതുക. ഇപ്പൊ ഞാൻ എന്താ നെയിം ഓഫ് ദ റിസർച്ചർ, ഇപ്പൊ എന്റെ പേര് ഗർഷോ രാഹുൽ എന്നായതുകൊണ്ട് തന്നെ ഗർഷോ രാഹുൽ. പിന്നെ അതിന് തൊട്ട് താഴെ നമ്മുടെ പൊസിഷൻ, ഇപ്പൊ ഞാൻ റിസർച്ച് സ്കോളറാണ്, ഭാരതാസ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്, അത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ, ഒരു ഫാക്കൽറ്റി ആണ്, ആ ഗൈഡിന്റെ പൊസിഷൻ. ഇപ്പൊ ഗൈഡിന്റെ അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് അസോസിയേറ്റ് പ്രൊഫസർ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ ഗൈഡ് ആരാണോ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന റിസർച്ച് പ്രോസസ്സിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ പേരും അവരുടെ പൊസിഷനും കറക്റ്റ് ആയിട്ട് വെക്കുക. ഇത് രണ്ടുമാണ് ടൈറ്റിൽ എന്ന പേജിൽ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ടൈറ്റിൽ എന്നൊരു സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ അടുത്ത് വരുന്നത് നെക്സ്റ്റ് പാർട്ടിലോട്ടാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒന്ന് പോയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ആ പേജ്
ഇതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റഡിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് നമ്മുടെ സ്റ്റഡി, കോണ്ടെക്സ്റ്റ് ഓഫ് ദി റിസർച്ച് ഏരിയ എന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റഡി എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട സംഭവം, ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന എന്റെ ടോപ്പിക്കിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇപ്പൊ എന്റെ ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് ആണ്. സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ് എന്നും യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുകയാണ് ഈ സ്റ്റഡിയിൽ നമുക്ക് എന്താ ഒരു PhD തീസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് പ്രൊപ്പോസൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പൊ PhD തീസിസിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് തന്നെ പറയണം. ഇപ്പൊ എന്താ വലിയ ഫൈനൽ തീസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്താ പറയേണ്ടത്, ആദ്യം നമ്മൾ കേരളത്തിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയണം. അതിനുശേഷം ഫിഷർമാൻ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയണം, കേരളത്തിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അങ്ങനെ സോഫാർ അതൊക്കെയാണ് പറയുന്നത്. പക്ഷെ പ്രൊപ്പോസലില് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇതൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. പ്രൊപ്പോസലില് ആദ്യം നമ്മൾ പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി റിസർച്ച് പ്രോബ്ലം. ആദ്യത്തെ പോയിന്റ് ആണ് നിങ്ങൾ ഓർക്കുക. നമ്മളൊരു പ്രൊപ്പോസൽ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് റിസർച്ച് പ്രോബ്ലത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ വാട്ട് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട്, ഇവിടെ നമ്മൾ 3 W ആണ് ആദ്യം കാര്യം ഓർത്തിരിക്കേണ്ടത്. ഈ 3 W ഓർത്തിരിക്കുക, www ഡോട്ട് എന്ന് കേൾക്കുന്ന പോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ 3 W ഓർത്തിരിക്കണം. അതിൽ ആദ്യത്തെ W ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ പറയുന്ന വാട്ട്, എന്ത്. ഇവിടെ നമ്മൾ പറയേണ്ടത്, നമ്മൾ സ്റ്റേറ്റ് ചെയ്യുകയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പ്രശ്നം എന്താണ്. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ യൂത്ത് ആണ് പറയുന്നത്. അപ്പൊ യൂത്തിന് എന്തൊക്കെയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഡിപ്രഷൻ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇത് അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് വന്നിട്ടുള്ളത്, അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നൊരു ചോദ്യമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ പറയേണ്ടത്. എല്ലാത്തിന്റെ ആൻസർ പറയേണ്ടത് എന്തിനാണ് ഇവിടെ വരേണ്ടത്. ഇപ്പൊ നേരത്തെ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ പറയുവാണ് യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അവർക്ക് ഡിപ്രഷൻ, ലെവൽ ഓഫ് ഡിപ്രഷൻ അധികമാണ്, അല്ലെങ്കിൽ ലെവൽ ഓഫ് സ്ട്രെസ് അധികമാണ്. അപ്പൊ ഞാനിവിടെ പറയണം ഈ സ്ട്രെസ് വരാനുള്ള കാരണം എന്താണ്. അപ്പൊ ചിലപ്പോൾ അവരുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അവരുടെ ലൈഫ് ഇവന്റ്സ് ആവാം, അവരുടെ ലോ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷൻ ആയിരിക്കും. ഇപ്പൊ യൂത്തിന് എന്താ, അവർക്ക് നല്ല ജോബ് ഇല്ല. ഇപ്പൊ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലി ഇല്ല, അവർക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതായിരിക്കും റീസൺ ബിഹൈൻഡ് ദെയർ സൈക്കോ സോഷ്യൽ പ്രോബ്ലം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എണ്ണമിട്ട് പറയണം. ചിലപ്പോൾ ലോ ഫാമിലി സപ്പോർട്ട് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസികളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഏത് കമ്മ്യൂണിറ്റിയിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ആയിക്കോട്ടെ. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ആ ഡിപ്രഷന്റെ പുറകിലുള്ള കാര്യം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അവരുടെ സ്ട്രെസ്സിന് പുറകിലുള്ള കാര്യങ്ങൾ. അപ്പൊ എന്ത് വരും, ഹൈ ലെവൽ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ആൻസൈറ്റിയിലോട്ട് നയിക്കും. അതായത് ഒരു കാര്യം സ്ട്രെസ് അധികമാകുമ്പോഴത്തേക്ക് അവർക്ക് അതിന് ചിന്തിച്ച് ഭാവിയെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ, ആൻസൈറ്റി വരുന്നത്. അപ്പൊ ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ എന്താ, ഓട്ടോമാറ്റിക്കലി അത് അവരെ ഡിപ്രഷനിലോട്ട് നയിക്കുന്നു. അങ്ങനെ കണക്ഷൻ ആണ്. ഈ കണക്ഷൻ പ്രോബ്ലംസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻസ് എന്താണ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലത്തിൽ വ്യക്തമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള റെസ്പോണ്ടൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ആ പ്രശ്നങ്ങളെയൊക്കെ തന്നെ നമ്മൾ സയന്റിഫിക് ആയിട്ട് ചിട്ടയായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് പൊക്ക, നെക്സ്റ്റ് സ്ലൈഡ്, നെക്സ്റ്റ്. ഇതിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ് ഒരു ഓക്കെ അവിടെ നിൽക്കട്ടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലോട്ട് പോവാം. അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡിയാണ്. വേണ്ട, അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, സ്ലൈഡ് ചേഞ്ച് ചെയ്യണ്ട. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എന്നൊരു ടോപ്പിക്കാണ്. ഇവിടെ നമ്മൾ ഓർക്കുക, നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെന്റില് വാട്ടാണെന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻസിലോട്ട് വരുമ്പോഴത്തേക്കും വൈ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ആൻസർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ വരുന്നുണ്ട്. റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ സിഗ്നിഫിക്കൻസ് സ്റ്റഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു പോകണം, പിന്നെ അവിടെ നമുക്ക് പറയുന്നത് കണക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ W, ഞാൻ നേരത്തെ പറഞ്ഞ 3 W രണ്ടാമത്തെ W ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഇത്രക്ക് റെലവന്റ് ആവുന്നത്. ഇപ്പോ നമ്മുടെ സോഷ്യൽ സെനാരിയോ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നമുക്ക് ഒരു ചുറ്റുവട്ടത്ത് ഇപ്പൊ ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ടോപ്പിക്ക് നമുക്ക് അതേപോലെ പറഞ്ഞു തരും.
പക്ഷേ ആ ടോപ്പിക് ഒന്നും തന്നെ എടുക്കാതെ എന്തുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്തു, ഇങ്ങനെ ഒരു ടോപ്പിക്കിലോട്ട് എത്തി, അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തിലോട്ട് വരാം, എന്റെ റിസർച്ചിലോട്ട് വരാം. എന്റെ റിസർച്ച് ഫോക്കസ് ചെയ്തിരിക്കുന്നത് യൂത്ത് ആണല്ലോ. അപ്പൊ ഒരു ചോദ്യം വരുവാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒരു സ്റ്റഡി ചെയ്യുന്നത്? ഈ ടോപ്പിക് എങ്ങനെ സിഗ്നിഫിക്കന്റ് ആവുന്നു? അവിടെയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിന്റെ റെലവൻസും ഈ ടോപ്പിക്ക് സോഷ്യൽ വർക്ക് സെനാരിയോയിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ ഏത് ടോപ്പിക് എടുത്താലും, ഏത് നിങ്ങളുടെ ഒരു സ്റ്റഡി ടോപ്പിക്, ട്രൈബ് ആയിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, ആസ് യൂഷ്വൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് ടോപ്പിക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസും ആ ടോപ്പിക്കിന്റെ സിഗ്നിഫിക്കൻസും വൈ ദിസ് ടോപ്പിക് എന്നൊരു കാര്യം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പാർട്ടാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2W മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് വാട്ട് എന്ന ക്വസ്റ്റിന് ആൻസർ കൊടുക്കണം, സിഗ്നിഫിക്കന്റ് വൈ എന്ന ക്വസ്റ്റിന് ആൻസർ കൊടുക്കണം. ഇനി ഒരു മൂന്നാമത്തെ ഒരു W കൂടെ ഞാൻ പറയാം, അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും അത് പറഞ്ഞു പോവുകയാണ്. മൂന്നാമത്തെ ഒരു സംഭവം അല്ലെങ്കിൽ മൂന്നാമത്തെ W എന്ന് പറയുന്നത് ഹൂ എന്ന് പറയുന്നത് സ്കോപ്പാണ്. സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ദ റിസർച്ച്. ഈ ഒരു സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയുടെ പ്രയോജനം എന്താണ്, അവിടെയാണ് ഹൂ എന്നൊരു കാര്യം നമ്മൾ പറയേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? ഹൂ ഈസ് ദി ബെനിഫിറ്റ്? ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? ഈ സ്റ്റഡിയുടെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് ഹൂ എന്നൊരു കാര്യത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഹൂ എന്നൊരു മേഖലയിൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഓർക്കുക, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി. സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ നമ്മൾ പറയേണ്ടത് ഈ സോഷ്യൽ വർക്കിൽ ആദ്യം തന്നെ നമ്മൾ 3 കാര്യം നോക്കുക. ഈ സ്റ്റഡി കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്ക് എന്താണ് ഗുണം? ഇപ്പൊ ഞാൻ സ്റ്റഡി ചെയ്യുന്ന എന്താ, യൂത്ത് ആണ്. അപ്പൊ യൂത്തിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്റെ ഈ സ്റ്റഡിയുടെ ഔട്ട്പുട്ട് വഴി യൂത്തിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ച് ഫീൽഡിൽ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഈ ഒരു സ്റ്റഡി കൊണ്ട് എന്താണ് ഗുണമുള്ളത്? നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ വർക്കിന് 3 ഫീൽഡാണുള്ളത്. മാക്രോ, മൈക്രോ, മെസോ, മാക്രോ, ഇങ്ങനെ 3 ലെവൽ അല്ലെങ്കിൽ 3 ഫീൽഡാണുള്ളത്. അപ്പൊ ഈ ഒരു മേഖലയിൽ, സോഷ്യൽ വർക്കിന്റെ ഈ ഒരു മേഖലയിൽ എന്ത് ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ എന്ത് സ്കോപ്പാണ് നമ്മുടെ സ്റ്റഡി കൊണ്ടുള്ളത്? മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ റിസർച്ചർ നമ്മൾ നമ്മുടെ എഫോർട്ട്, നമ്മുടെ ടൈം, നമ്മുടെ മണി എല്ലാം തന്നെ നമ്മൾ റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റിസർച്ചറിന് ഒരു ഔട്ട്കം എന്താണ് കിട്ടുന്നത്, ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, ഇങ്ങനെ 3 കാര്യങ്ങൾ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ മൂന്നാമത്തെ W നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൂ, ആരാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? അപ്പൊ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇനി നിങ്ങൾ നമ്മുടെ ഫൈനൽ തീസ് എഴുതുമ്പോഴത്തേക്ക് ഓർക്കുക, ഇപ്പൊ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ ഇതെല്ലാം തന്നെ വെക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്റ്റഡിയെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച്, നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള റെസ്പോണ്ടൻസിനെ കുറിച്ചൊക്കെ നമ്മളൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. ഇപ്പൊ ഞാൻ എന്റെ യൂത്തിനെ കൊടുക്കുമ്പോൾ എന്റെ ഫൈനൽ തീസ് വരുമ്പോഴത്തേക്കും കോസ്റ്റ്, എന്റെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയെ കുറിച്ച് പറയണം, ഫിഷർമാൻ കമ്മ്യൂണിറ്റി GDPയിലുള്ള കോൺട്രിബ്യൂഷൻസ് പറയണം. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് വൈഡ് ആയിട്ട് പറയേണ്ടി വരും. അപ്പൊ നിങ്ങളിപ്പോ ഒരു ട്രൈബൽ വുമൻസിനെ കുറിച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഏത് ട്രൈബിനെയാണോ, ഏത് പ്രത്യേക കാറ്റഗറിയിലുള്ള ട്രൈബിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അവരെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കൊടുക്കുക, അവരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുക്കുക. അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ എല്ലാം ഒന്ന് കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്പെസിഫിക്കിലോട്ട്, നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതുമ്പോഴത്തേക്കും ഓർക്കേണ്ടത്. ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലോട്ട് പോവാം. നെക്സ്റ്റ് സ്ലൈഡും. ഓക്കെ, റിവ്യൂ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്റ്റഡിയുടെ, നമ്മുടെ ഒരു റിസർച്ചിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു നട്ടെല്ലാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പോ നമ്മൾ നേരത്തെ നമ്മളൊരു കാര്യം ചെയ്യുവാണ്, നമ്മളൊരു സ്റ്റഡിയിൽ നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പൊ നമ്മളോട് പറയുകയാണ്, നിങ്ങളൊരു പ്രൊപ്പോസൽ എഴുതിക്കൊണ്ട് പോവാ, നിങ്ങളുടെ റിസർച്ചിനെ കുറിച്ച് ഒരു പ്രൊപ്പോസൽ ചെയ്തുകൊണ്ട് പോവാ. അപ്പൊ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രത്യേക നോളജും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ തന്നെ ആദ്യമായിട്ട് എന്റെ സ്റ്റഡിയിൽ എന്റെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് യാതൊരു വിധത്തിലുള്ള എക്സാക്ട് ഡേറ്റ, എനിക്ക് പ്രോബ്ലംസ് ഇതൊക്കെയാണെന്ന് അറിയാം, പക്ഷേ ഒരു തിയററ്റിക്കൽ നോളജ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എങ്ങനെ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേജിലോട്ട് എത്തുന്നത് മെത്തഡോളജി പറഞ്ഞെത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി
നമ്മുടെ സ്റ്റഡിയോട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളൊരു റിസർച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന റിസർച്ച് ടോപ്പിക്കുമായിട്ട് അതിനോട് സാമ്യമുള്ള ആ ഒരു ഫീൽഡിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള സ്റ്റഡി, അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോളജ് അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജ് കളക്ട് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരെ പോവാണ്. ഇപ്പൊ ഡിപ്രഷൻ, ഈ യൂത്തിന്റെ ഡിപ്രഷൻ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നേരെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും എനിക്കൊരു സ്റ്റഡി കിട്ടുവാണ്. ഈ ഫീൽഡിൽ ഇതിനു മുമ്പ് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്റ്റഡി എനിക്ക് കിട്ടുവാണ്. അപ്പൊ ആ സ്റ്റഡിയിൽ അദ്ദേഹം പറയുകയാണ് ഈ യൂത്തിന്റെ ഡിപ്രഷന് മേജർ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ടാണ്. അപ്പൊ എനിക്കൊരു പോയിന്റ് കിട്ടുകയാണ്. ഓക്കെ, ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ യൂത്തിന് അവരുടെ ഒരു ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്തുകൊണ്ട് വരാം, അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നൊരു ഐഡിയ എനിക്ക് കിട്ടുകയാണ്. അപ്പൊ റിസർച്ച് ഹൈപ്പോത്തീസിസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോളജ് സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും, ഒന്ന് ക്രോഡീകരിക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, അല്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. റിസർച്ച് ഗ്യാപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓൾറെഡി ഒരു സ്റ്റഡി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു 5 വർഷമോ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ അതേ സെയിം ടോപ്പിക്കിൽ പിന്നെയും ഒരു സ്റ്റഡി നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ഫീൽഡിൽ അല്ലെങ്കിൽ കറണ്ട് സെനാരിയോയിൽ അത് വേസ്റ്റ് ആണെന്ന് പറയാം. വേസ്റ്റ് മീൻസ് ഓൾറെഡി ഒരു സ്റ്റഡി അതേ ടോപ്പിക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു ടോപ്പിക്കിൽ പിന്നെയും സ്റ്റഡി നടത്തിയിട്ട് അതേ ഫൈൻഡിങ്സ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമുക്കൊന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റിനെ പിന്നെയും നമ്മൾ പറയുന്നേ ഉള്ളൂ. അവിടെയാണ് റിസർച്ച് ഗ്യാപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊരു 5 സ്റ്റഡി എടുക്കുകയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കില് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 സ്റ്റഡി കിട്ടുവാണ്. അപ്പൊ ഈ 5 സ്റ്റഡി നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇന്ന ഫീൽഡിലൊക്കെയാണ് ഇനി സ്റ്റഡി നടത്താനുള്ളത്, ഇന്ന ഫീൽഡൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത്. ചിലപ്പോൾ ഈ റിസർച്ച് അവരുടെ ആ ഒരു വർക്കിൽ അവർ ഫ്യൂച്ചർ സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷനിൽ ഫ്യൂച്ചർ റിസർച്ചേഴ്സിന് അവർ ചിലപ്പോൾ ഗൈഡ് ലൈൻസ് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഇന്ന സ്റ്റഡിയിൽ നടത്തണം, ഇന്ന സ്റ്റഡിയിൽ നടത്തിയാൽ കുറച്ചും കൂടെ നല്ലതാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയയിൽ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റഡിയിൽ കവർ ചെയ്യാത്ത ഏരിയ ഏതാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയിൽ സ്റ്റഡി ചെയ്യാം. അങ്ങനെ റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സും കൂടെ സഹായിക്കുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. അപ്പൊ റിസർച്ച് ഗ്യാപ്പ് എന്താന്ന് പറയാം. ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞ് ഒന്നുകൂടെ മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റഡി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലെ യൂത്തിനെ കുറിച്ച് അവരുടെ ആൽക്കഹോളിസം, അവരുടെ ബിഹേവിയർ, അവരുടെ കമ്മ്യൂണിറ്റി അവയർനെസ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെ എല്ലാം തന്നെ ഡിപ്രഷൻ, അവരുടെ ഒരു ആൻസൈറ്റി ലെവല്, ഇതിനെല്ലാം കുറിച്ച് തന്നെ കുറെ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. അപ്പൊ എഗെയിൻ ഞാൻ ഈ സ്റ്റഡിയിലോട്ട് തന്നെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ആ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒരു റീസെന്റ് ഒരു 200 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എല്ലാം തന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾസിനെല്ലാം തന്നെ ഓൾ ടുഗദർ ആയിട്ട് ഒരു സ്റ്റഡി നടന്നിട്ടില്ല. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ വേരിയബിളിനെ എടുത്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി, ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ ഓരോരോ വേരിയബിളിനെ എടുത്ത് സ്റ്റഡി നടന്നിട്ടുണ്ട്. ബട്ട് ഓൾ ടുഗദർ ആയിട്ട് ഈ എല്ലാ വേരിയബിളിനെയും ഒരുമിച്ച് ഒരു സ്റ്റഡി നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡിപ്രഷൻ, ഇപ്പൊ ലോ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം ആണ് എന്നുണ്ടെങ്കിൽ അവരത് സ്ട്രെസ്സിലോട്ട് നയിക്കുന്നുണ്ട്. ഓവർ ലെവൽ ഓഫ് സ്ട്രെസ് എന്താ, ആങ്സൈറ്റിയിലോട്ട് നയിക്കും. ആങ്സൈറ്റി അവരെ ഡിപ്രഷനിലോട്ട് നയിക്കും. അങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ച് ഓർക്കേണ്ടത്. ഇനി നിങ്ങൾ ഓർക്കുക, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇന്റർനാഷണൽ റിവ്യൂയും കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ നാഷണൽ റിവ്യൂയും കളക്ട് ചെയ്യണം. ഒരിക്കലും നമുക്ക് നാഷണൽ ലെവലിൽ മാത്രം പറയാൻ പറ്റില്ല. ഇന്റർനാഷണൽ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഓർക്കുക, ദ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. ആദ്യം തന്നെ നമ്മൾ ഓതറിന്റെ നെയിം എടുക്കുക, ഓതറിന്റെ നെയിം വെക്കുക. എന്നിട്ട് ഇത് APA ഫോർമാറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓതറിന്റെ നെയിം വെക്കുക, എന്നിട്ട് ബ്രാക്കറ്റിൽ അത് ഏത് വർഷമാണ് ആ സ്റ്റഡി നടന്നിട്ടുള്ളതെന്ന് വെക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒരു കോമ ഇടുക. ഇതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, APA ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കണം, അതില് ഓതറിന്റെ നെയിമും അതുപോലെ തന്നെ ഇയറും ബോൾഡ് ആയിരിക്കണം. ഇതാണ് APA ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഫോർമാറ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. സോ ഇത്രയുമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ പാർട്ട്, ഇമ്പോർട്ടന്റ് പാർട്ട്, റിസർച്ചും മെത്തഡോളജിയിലോട്ട് പോവാം. ഒന്ന് മെത്തഡോളജിയിലോട്ട് പോകാവൂ.
റിസർച്ച് മെത്തഡോളജിയിലെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇത്രയും, നമ്മുടെ പേര് തന്നെ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പ് എന്നാണ്. അപ്പോ ഇപ്പൊ കൊറിയ ഓഫ് ലിറ്ററേച്ചർ തട്ടി കിട്ടോ, മുമ്പോട്ട് നോക്കും. ഓക്കെ അവിടെ നിൽക്കുക. ഇവിടാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇത്രയും നാളെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി റിസർച്ച് മെത്തഡോളജിയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് ഡീപ്പായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാര്യം നമ്മുടെ ഫസ്റ്റ് സെഷനിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജിനെ കുറിച്ചായിരുന്നു സാർ ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് വെക്കുക. റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാ ഫ്രെയിം ചെയ്യേണ്ടത് ഞാൻ പറയാം. അതുപോലെ നമ്മൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, ഇവിടെ ഞാനൊരു 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. റിസർച്ച് ക്വസ്റ്റ്യൻസ്, റിസർച്ച് ഒബ്ജക്റ്റീവ്, റിസർച്ച് ഹൈപ്പോത്തീസിസ്. ഇത് 3 ഓർത്തു വെക്കുക. ഇത് 3 ഒരു ശ്രേണിയാണ്. ഇത് 3 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സീരീസ് ഓഫ് ശ്രേണിയാണ്. റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നമ്മളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ചോദ്യങ്ങളാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മളെങ്ങനെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യണേ? നമ്മൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട്, നമ്മളെല്ലാവരും ഗൂഗിളാണ് യൂസ് ചെയ്യുന്നത്, ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ സ്കോളറോ അല്ലാന്നുണ്ടെങ്കിൽ ഷോദ്ഗംഗ എവിടെയെങ്കിലും കയറിയിട്ട് നമ്മൾ കീവേഡ്സ് സെർച്ച് ചെയ്യും. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ യൂത്ത് ആണല്ലോ, യൂത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ്, ഡിപ്രഷന്റെ റീസൺസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കീവേഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ. അതാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ, ഈ ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സെർച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഓർത്തൊക്കെ, ആദ്യം തന്നെ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ നേരെ റിസർച്ച് മെത്തഡോളജിയിലോട്ട് വരുന്നത്. അപ്പൊ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് കഴിയുമ്പോൾ, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ഐഡിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യണം. ഓർക്കുക, റിസർച്ച് ക്വസ്റ്റിനെ ബേസ് ചെയ്യുന്നുണ്ടാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കളക്ട് ചെയ്യുന്നത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുവാണ്. ഈ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളെ ഇനിയുള്ള മുമ്പോട്ടുള്ള വഴി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു വാതിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എത്ര റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ, എപ്പോഴും റിസർച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഒരുപാട് വെക്കാതിരിക്കാൻ നോക്കുക. ഇപ്പൊ മാക്സിമം നമ്മൾ ഒരുപാട് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടോപ്പിക് ഒരുപാട് വൈഡ് ആയിപ്പോകും. ഇപ്പൊ നമ്മളുടെ എന്താ പറയുക, PG ഡെസർട്ടേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 4 അറ്റ്ലാസ്റ്റ് ഏറ്റവും കൂടി ഇപ്പോൾ ഒരു 5 കൊണ്ട് തന്നെ നമ്മൾ നിർത്തുക. നമ്മൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്താ പറയുക, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു 4 റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുക. റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഒരു ഡെഫിനിഷൻ, അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ചിന്റെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് തന്നെ ടു പ്രൊവൈഡ് സൊല്യൂഷൻ ഫോർ ദി സോഷ്യൽ പ്രോബ്ലം എന്നാണ്. അപ്പോ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ടു പ്രൊപ്പോസ് സ്യൂട്ടബിൾ റെക്കമെൻഡേഷൻ, ടു പ്രൊപ്പോസ് സ്യൂട്ടബിൾ സജഷൻ ടു ഓവർകം ദിസ് പ്രോബ്ലം എന്നൊരു സാധനമായിരിക്കണം ലാസ്റ്റ് നമ്മൾ ഒരു സജഷൻ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഫ്രെയിം ചെയ്യേണ്ടത്. ആദ്യത്തെ 3 ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടിരിക്കുക. പിന്നീടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ എന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് നോക്കിയാൽ, എന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു നോ ദി സോഷ്യോ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫിഷർമാൻ കമ്മ്യൂണിറ്റി. അതാണ് അതായത് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ അവരുടെ എക്കണോമിക് ലെവൽ എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ ഏജ് എന്താണ്, അങ്ങനെയുള്ള അവരുടെ ബേസിക് ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുക. പിന്നീട് ഞാൻ വരുമ്പോൾ എന്റെ അടുത്ത ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു അസസ് ദി സോഷ്യൽ സപ്പോർട്ട്, അതായത് യൂത്തിന് കിട്ടുന്ന സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുക. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സിലോട്ട് ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ എന്താ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണമെന്നല്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയണം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഞാൻ വരുന്നത് സെൽഫ് എസ്റ്റീം എന്താണെന്ന് മനസ്സിലാക്കുക, സ്ട്രെസ്ഫുൾ ലൈഫ് മീൻസ് നോക്കുക, പിന്നീട് ലെവൽ ഓഫ് ഡിപ്രഷൻ, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഈ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ നോക്കി വെക്കുക. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ സ്റ്റഡിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്കെയിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പൊ ആ സ്കെയിൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ ഏതാണോ ആ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സിന്റെ ഫസ്റ്റ്. എന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
രണ്ടാമത് നോക്കിയാൽ ഞാൻ വായിക്കുവാണ്. ടു അസസ് ദി ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട് ഓഫ് ദി യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി. ആ വേർഡ് നോക്കുക, ടു അസസ്. അസസ് എന്ന വേർഡാണ് ഞാൻ അവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത അഞ്ചാമത്തെ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സിലോട്ട് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് ദി ലെവൽ. അതായത് ടു ഫൈൻഡ് ഔട്ട് ദി ലെവൽ എന്നാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പൊ ഈ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ വെറുതെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എന്താ പറയുക, ടു ഒരു വേർഡ് പറയാനായിട്ടാണെങ്കിൽ പ്രിവലൻസ് എന്ന വേർഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇമ്പാക്ട്. ഇപ്പൊ നമ്മൾ നോക്കാറുണ്ട് ടു സ്റ്റഡി ദി ഇമ്പാക്ട് ഓഫ് എന്നും പറഞ്ഞ് നമ്മളൊരു സാധനം നോക്കണം. അപ്പൊ ഇമ്പാക്ട് എന്ന വേർഡൊക്കെ നമ്മൾ റിസർച്ച് നമ്മൾ ഒബ്ജക്റ്റീവ്സിലൊക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ആലോചിക്കണം. ആ ഓരോ വേർഡിനും വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. അങ്ങനത്തെ വർക്കൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പകരം നമ്മുടെ റിസർച്ച് ഇപ്പൊ നമ്മളൊരു സ്കെയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ടു മെഷർ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കുവാണ്, നമ്മൾ ഇപ്പൊ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പൊ ഒരു ട്രൈബൽസ് പോയി ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ വുമൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചാണ് നിങ്ങളുടെ സ്റ്റഡി. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ടു മെഷർ ദി, അല്ലെങ്കിൽ ടു അസസ് ദി ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, അല്ലെങ്കിൽ ടു മെഷർ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇങ്ങനത്തെ വേർഡൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പകരം അവരുടെ ഇമ്പാക്ട്, ടു സ്റ്റഡി ദ ഇമ്പാക്ട് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതെന്താ കൂടുതലൊന്ന് ഡീപ്പായിട്ട് അങ്ങോട്ട് പോവുക. അപ്പൊ അങ്ങനത്തെ കട്ടിയുള്ള വേർഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എപ്പോഴും എന്താ ഇതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ യൂസ് ചെയ്യുക. ടു നോ എന്നോ, ഇപ്പൊ നമ്മൾ എന്താ അവരുടെ പേഴ്സണൽ ഡേറ്റയെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് വിചാരിക്കുക. അവരുടെ എന്താ ഏജ്, അവരുടെ ഫാമിലി സ്റ്റാറ്റസ്, അവരുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടു സ്റ്റഡി എന്ന വാക്ക് ഉപയോഗിക്കുക. ടു സ്റ്റഡി ദി ലെവൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അല്ലാന്നുണ്ടെങ്കിൽ ടു നോ ദി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മേജർ വേരിയബിളോട്ട് വരുമ്പോൾ, ഇപ്പൊ ഞാൻ എന്റെ ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉപയോഗിക്കുന്ന സ്കെയിലും ഡസ് സ്കെയിൽ എന്നൊരു സ്കെയിലാണ്. അപ്പൊ എനിക്ക് യൂസ് ചെയ്യാം ടു മെഷർ. കാരണം ഞാനത് അളക്കാനായിട്ട് പോവുകയാണ്. അളക്കാനായിട്ട് എങ്ങനെയാ, ഈ സ്കെയിലിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാനത് അളക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ യൂസ് ചെയ്യാം ടു മെഷർ ദി ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്. ആ ഒരു കാര്യം ഓർക്കുക. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ എന്താ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ചില സ്റ്റഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ വെക്കാറുണ്ട് ടു അസസ് ദി ലെവൽ ഓഫ് ഇപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കും, നമ്മൾ കണ്ടിട്ടുണ്ടാവും ടു മെഷർ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി റെസ്പോണ്ടന്റ്. എന്നിട്ട് രണ്ടാമത് നമ്മൾ വെക്കുകയാണ് ടു സ്റ്റഡി ദി സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി റെസ്പോണ്ടന്റ്. ഇത് തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ റെസ്പോണ്ടന്റ് എന്ന വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കറിയാം അവർ നമ്മുടെ റെസ്പോണ്ടന്റ് ആണ്. പക്ഷെ എപ്പോഴാണ് നമ്മുടെ റെസ്പോണ്ടന്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദി ഡേറ്റ കളക്ഷൻ only they will become the respondents. അതിന് മുമ്പ് വരെ അവർ റെസ്പോണ്ടൻസ് ആയിട്ടില്ല. റെസ്പോണ്ടന്റ് ആകാൻ പോകുന്നവരാണ്. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരാണോ നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള റെസ്പോണ്ടൻസ് അവരുടെ പേര് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് ട്രൈബൽ വുമൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുകയാണ് ടു സ്റ്റഡി ദി സോഷ്യോ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് ദി വുമൻസ് ഇൻ ട്രൈബൽ കമ്മ്യൂണിറ്റി. അതിനുശേഷം നമ്മൾ വെക്കുകയാണ് ടു മെഷർ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദി വുമൻസ് ഇൻ ട്രൈബൽ കമ്മ്യൂണിറ്റി. അങ്ങനെ അവരുടെ പദവി ഏതാണോ അത് വെക്കുക. ഞാനിപ്പോ ഇവിടെ വെച്ചേക്കുന്നത് എന്താ, എന്റെ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതുവരേക്കും ഞാൻ ഡേറ്റ കളക്ഷൻ പൂർത്തിയാക്കാത്തത് കൊണ്ട് നമ്മൾ വെക്കുന്നത് ഒരു പ്രൊപ്പോസലിൽ നമ്മൾ വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഒരിക്കലും നമ്മൾ റെസ്പോണ്ടന്റ് എന്ന് വെക്കരുത്. പകരം നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആരാണോ അവരെ മാത്രം, അവരുടെ പദവി നമ്മൾ മെൻഷൻ ചെയ്യുക. അതാണ് ഒബ്ജക്റ്റീവ്സിലോട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ അടുത്തത് കാര്യം എന്താ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആണ്. സോറി ഡെഫിനിഷൻ അല്ല, ഹൈപ്പോത്തീസിസ് ആണ്. ഹൈപ്പോത്തീസിസ് എന്താന്ന് വെച്ചാൽ നിഗമനങ്ങളാണ്. ഹൈപ്പോത്തീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. ഹൈപ്പോത്തീസിസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നിഗമനങ്ങൾ ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. അത് ചിലപ്പോൾ തെറ്റാവാം, ശരിയാവാം. അത് എന്തോ ആയിക്കോട്ടെ. ടെൻഡേറ്റീവ് പ്രിപ്പോസിഷൻ എന്നാണ് പറയുന്നത്. അത് തെറ്റോ ശരി, ഇറ്റ്സ് ബി പ്രൂവൺ ഓർ നോട്ട് പ്രൂവൺ. ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള തോന്നലുകളും നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുമാണ് ഹൈപ്പോത്തീസിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ് ഹൈപ്പോത്തീസിസ് വിൽ ബി ഫോർമുലേറ്റഡ്. അതായത് ഒബ്ജക്റ്റീവ്സ് റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാനായിട്ട്. ഒബ്ജക്റ്റീവ്സിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹൈപ്പോത്തീസിസ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ ഒരു ഒബ്ജക്റ്റീവ് ഹൈപ്പോത്തീസിസ്, ഒന്നാമത്തെ ഹൈപ്പോത്തീസിസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു ഞാൻ വായിക്കാം. എന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ഇതാണ് ടു അസസ് ദി ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട് ഓഫ് ദി യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി.
ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഇനി ഹൈപ്പോത്തീസിസിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഇതാണ്, ഹയർ ദി ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഹയർ ദി ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നോക്കിയാൽ അതിന്റെ മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്സും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. എന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ലെവൽ അസസ് ദ ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു നോ ദി ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. അപ്പൊ രണ്ട് വേരിയബിൾ ആണ് ഞാൻ നോക്കുന്നത്, സോഷ്യൽ സപ്പോർട്ട്, സെൽഫ് എസ്റ്റീം. ആ ഓർഡർ നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഞാൻ വെച്ചേക്കുന്നത് ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട് എന്താണെന്ന് പഠിക്കുക. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം എന്താണെന്ന് പഠിക്കുക. അപ്പൊ എന്റെ ഹൈപ്പോത്തീസിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ കാണുന്ന എന്താ, ഞാൻ ഹൈപ്പോത്തീസ് ഫ്രെയിം ചെയ്തേക്കുന്ന ഇത്രയാണ്, ഹയർ ദി ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഹയർ ദി ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനെ തമ്മിൽ ഞാൻ കണക്ട് ചെയ്യണം. ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ, സോഷ്യൽ സപ്പോർട്ട് അധികമായിട്ട് യൂത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അതും ഹൈ ആയിരിക്കും. ഇപ്പൊ ലോ ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമും വളരെ കുറവായിരിക്കും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മളൊരു ടീമാണ്, ഈ ടീമിൽ നമ്മുടെ ടീം മെമ്പേഴ്സിൽ നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നില്ല, ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഹയർ ദ ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ഹയർ ദ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. അപ്പൊ ഓർക്കുക, ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് മൂന്നാമത്തെ എന്റെ ഹൈപ്പോത്തീസിസ് ഇതാണ് പറയുന്നത്, ഹയർ ദ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം, ലോവർ ദ ലെവൽ ഓഫ് സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ്. അതായത് നമുക്കൊരു സെൽഫ് എസ്റ്റീം ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സ്ട്രെസ്ഫുൾ ഇവന്റ്സിനെ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഓർക്കുക, ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹൈപ്പോത്തീസിസ് നിഗമനങ്ങൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഹൈപ്പോത്തീസ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക, ഹൈപ്പോത്തീസ് എപ്പോഴും നമുക്ക് ഏത് ഫോർമുലാറ്റിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം രണ്ട് ടൈപ്പ് ഹൈപ്പോത്തീസ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു പോവാം. നൾ ഹൈപ്പോത്തീസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസ്. നിങ്ങൾ ചില സ്റ്റഡിയൊക്കെ എടുത്തുമ്പോൾ കാണാൻ സാധിക്കും, there is a significant relationship between social support and self esteem. ഇതാണ് ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഇത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിന്റെ ഫോർമുലേറ്റ് ആണ്. there is a significant relationship between, ഞാൻ പക്ഷെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് അല്ല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, ഇത് ഇവിടെ കണക്ഷൻ ഹൈപ്പോത്തീസിസ് ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, there is a significant relationship between social support and self esteem. അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തീസിനാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. യെസ് എന്നൊരു ആൻസർ വരുന്നത്, there is a significant relation, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബന്ധം ഉണ്ട്, ഈ രണ്ട് വേരിയബിൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്ന് പറയുന്ന ടൈപ്പ് ഹൈപ്പോത്തീസിസിനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് റിലേഷൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. ഇനി നേരെ അതിന് ഓപ്പോസിറ്റ് ആണ് നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയും. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ്, there is no significant relationship between stressful life events and ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നൾ ഹൈപ്പോത്തീസിസ് ആണ്, നെഗറ്റീവ് ആണ്, ഇല്ല എന്ന് പറയുന്ന, അബ്സല്യൂട്ട് സീറോ, ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അത് ഓർത്ത് നോക്കി ഈ രണ്ട് ഹൈപ്പോത്തീസിസും. പിന്നെ റിസർച്ച് ലാംഗ്വേജിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് H0 H1 എന്നാണ്. അതായത് H0 ഹൈപ്പോത്തീസിന്റെ തൊട്ട് താഴെ ഒരു സീറോ, ഒരു പാത ഏരിയയിൽ സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നൾ ഹൈപ്പോത്തീസിസ് ആണ്. ഇനി H1 എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ്. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓപ്പറേഷണൽ ഡെഫിനിഷൻ ആണ്. രണ്ട് ടൈപ്പ് ഡെഫിനിഷൻ ആണ് നമുക്കുള്ളത്, ഓപ്പറേഷണൽ ഡെഫിനിഷനും ഉണ്ട്, കോൺസെപ്റ്റൽ ഡെഫിനിഷനും ഉണ്ട്. ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ റിസർച്ചർ നമ്മൾ തന്നെ നൽകുന്ന ഡെഫിനിഷൻ ആണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കോൺസെപ്റ്റൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഏതെങ്കിലും ഒരു ഒതന്റിക് ആയിട്ടുള്ള ഓതറോ ഓർഗനൈസേഷനോ നൽകിയിട്ടുള്ള ഡെഫിനിഷനെയാണ് നമ്മൾ കോൺസെപ്റ്റൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹെൽത്ത് എടുത്തു കഴിഞ്ഞാൽ WHO ഹെൽത്തിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്, ഇറ്റ്സ് ഓവറോൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീങ്. അതാണ് WHO നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതാണ് കോൺസെപ്റ്റൽ ഡെഫിനിഷൻ. ഓപ്പറേഷൻ ഡെഫിനിഷനോട് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ നൽകുന്ന ഡെഫിനിഷനാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അപ്പൊ നിങ്ങളുടെ റിസർച്ചിന് രണ്ട് ടൈപ്പ് ഡെഫിനിഷൻ ആണുള്ളത്, ഓർത്തിരിക്കുക. റിസർച്ചർ നൽകുന്ന ഡെഫിനിഷനാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ. അതുപോലെ തന്നെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള നമ്മളൊരു ഡെഫിനിഷൻ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മുടെ എന്താ പറയുക കോൺസെപ്റ്റൽ ഡെഫിനിഷൻ എന്ന് പറയുക. ഇനി അടുത്തത് നമ്മൾ നോക്കിക്കേ, റിസർച്ച് ഡിസൈൻ ആണ്. റിസർച്ച് ഡിസൈനെ കുറിച്ച് സെക്കൻഡ് നിങ്ങൾ ക്ലാസ് കിട്ടിയതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് റിസർച്ച് ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെയും നമ്മുടെ റിസർച്ചിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏത് റിസർച്ച് ഡിസൈൻ ആണോ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക ആ ഒരു റിസർച്ച് ഡിസൈൻ അവിടെ യൂസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആവാം, എക്സ്പ്ലോറേറ്ററി ആവാം, എക്സ്പ്ലനേറ്ററി ആവാം, ഏത് വേണമെങ്കിലും ആവാം. ക്വാണ്ടിറ്റേറ്റീവോ ക്വാളിറ്റേറ്റീവോ അല്ലെങ്കിൽ മിക്സഡ് മെത്തഡോളജി, ഏത് റിസർച്ച് ആണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതനുസരിച്ച് റിസർച്ച് ഡിസൈൻ മാറും. നിബു ചേട്ടൻ നല്ല രീതിയിൽ, നിബു തോമസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസർച്ച് ഡിസൈനിന്റെ ക്ലാസ് നൽകിയിട്ടുള്ള കാരണം ഞാൻ ആ ഏരിയയിലോട്ട് പോകുന്നില്ല, അത് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റിസർച്ച് ഡിസൈൻ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു.
അതിനുശേഷം നമ്മള് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആൻഡ് സാമ്പിളിംഗ് ആണ്. ഈ സാമ്പിളിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്നലെ ഫുൾ ഡേ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. യൂണിവേഴ്സ് എന്താ, സാമ്പിൾ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. യൂണിവേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സ്റ്റഡിയുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട്, അതായത് ആലപ്പുഴ ജില്ലയിലെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ യൂത്തുമാണ് എന്റെ ടോപ്പിക്, എന്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതൊരു എക്സാക്ട്ലി ഒരു 15,000 വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു മുനിസിപ്പാലിറ്റി സർവേ പ്രകാരം ഒരു 15,000 ആണ് എന്റെ യൂത്തിന്റെ ഒരു ലെവലായിട്ട് പറയുന്നത്. അപ്പോൾ ആ 15,000 ആണ് എല്ലാ യൂത്തും, 18 to 29 കാറ്റഗറിയിലുള്ള എല്ലാ യൂത്തുമാണ്. അതാണ് എന്റെ. ഓക്കെ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നോക്കൂ. യൂണിവേഴ്സിലോട്ട് നോക്കൂ. യൂണിവേഴ്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്ലൈഡിന്ന് പോവാവോ? യൂണിവേഴ്സിലോട്ട് പോവാ. വിട്ടോ ആങ്സൈറ്റി ഒക്കെ പോട്ടെ, റിസർച്ച് ഡിസൈൻ പോട്ടെ. ഓക്കെ ഇതാണ്, അത് തന്നെ യൂണിവേഴ്സ്. ഒന്ന് താഴോട്ട് മേലോട്ട് താഴോട്ട്. ഓക്കെ അത് ഓക്കെ. സോറി, ആ സ്ലൈഡ് ഇവിടെ വിസിബിൾ അല്ല. യൂണിവേഴ്സ് ആൻഡ് സാമ്പിളിംഗ് ഇതാണ്. അതായത് നമ്മുടെ എൻറ്റയർ പോപ്പുലേഷൻ ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ട്രൈബൽ ഏരിയയിലാണ് പഠിക്കാൻ പോകുന്നത് വിചാരിക്കുക. ഇപ്പൊ കാളി എന്നൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കാളി എന്നൊരു വിഭാഗത്തിലെ ട്രൈബൽ വിഭാഗത്തിലെ വുമൻസിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ കാളി എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിലെ എൻറ്റയർ വുമൻസ് നിങ്ങളുടെ യൂണിവേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിനെ മെൻഷൻ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി യൂണിവേഴ്സ് ഓഫ് ദ കറന്റ് സ്റ്റഡി കൺസിസ്റ്റ് ഓഫ് വുമൻസ് ഇൻ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഇപ്പൊ എന്റെ സ്റ്റഡിയിലോട്ട് വരുകയാണെങ്കിൽ ദ യൂണിവേഴ്സ് ഓഫ് ദ സ്റ്റഡി കൺസിസ്റ്റ് ഓഫ് യൂത്ത് ഇൻ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഓഫ് ആലപ്പുഴ ഡിസ്ട്രിക്ട് കേരള. അതാണ് എന്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാക്ട് നമ്പർ നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലതായി. ഇപ്പൊ ഞാൻ എന്റെ സർവേ, ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരമാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി നിന്നാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഫിഷർമാന്റെ യൂത്തിന്റെ നമ്പർ എടുത്തുള്ളത്. അതൊരു 15,000 വരുന്നുണ്ട്. അപ്പൊ അതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്, എൻറ്റയർ പോപ്പുലേഷൻ. അടുത്തത് സാമ്പിൾ സൈസ് ആണ്. സാമ്പിൾ സൈസ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ഈ 15,000 യൂത്തിനെ പോയി സ്റ്റഡി നടത്തുക എന്നുള്ളത് നമുക്ക് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ അല്ലാതെ പോസിബിൾ ആണ്, ബട്ട് അത് ഒരുപാട് ടൈം കൺസ്യൂം ആവും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ, നമ്മളൊരു പോപ്പുലേഷനെ നമ്മുടെ സ്റ്റഡി ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സാമ്പിളിംഗ് ടെക്നിക്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് സാമ്പിളിംഗ് ടെക്നിക്, അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അത് ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എടുക്കുക. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഷുഗറോ എന്തെങ്കിലും ഡിസീസ് ആയിക്കോട്ടെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും അവർക്ക് ഊറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ നിന്നൊരു 100 മില്ലിയോ ആവശ്യമുള്ള ഒരു മില്ലി ആ ഒരു സിറിഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ അത് ടെസ്റ്റിന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ബ്ലഡിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് യൂണിവേഴ്സും സാമ്പിളിംഗും എന്ന് പറയുന്നത്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ പോപ്പുലേഷനും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. പകരം അതിൽ നിന്നൊരു സബ്സെറ്റ് ആയിട്ട് എടുത്തത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലെ യൂത്ത് ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ കോമൺ ആയിരിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കോമൺ ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ യൂത്തിൽ നിന്ന്, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരു സബ്സെറ്റിനെ എടുത്തിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. നമ്മളിപ്പോ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കാണാറുണ്ടല്ലോ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സാധനം. അവർ എക്സിറ്റ് പോൾ ഈ മീഡിയ നടത്തുന്നത് ഇതേപോലെ തന്നെയാണ്. വോട്ടർമാരെ എല്ലാവരെയും കാണാറില്ല, പകരം എല്ലാ വിഭാഗത്തിൽ നിന്നും, ഇപ്പൊ യൂത്തിൽ നിന്നും, സ്ത്രീകളിൽ നിന്നും, അതേപോലെ തന്നെ വർക്കിംഗ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഇവരിൽ നിന്നെല്ലാം തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പറിൽ നിന്ന് അവർ ഒപ്പീനിയൻ കളക്ട് ചെയ്തിട്ട് അതാണ് ഇവർ എക്സിറ്റ് പോൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു സംഭവമുള്ളൂ സാമ്പിളിംഗ് സൈസ് എന്ന് വെച്ചിട്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ ഷെയർ ചെയ്ത PPT ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? PPT ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ആവും, പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ആ ഒരു മീൻ ടൈമിൽ നോക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതും ഇന്നലെ പ്രിയചേച്ചി നന്നായിട്ട് എടുത്തിട്ടുള്ളതാണ്, ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ റെസ്പോണ്ടൻസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ. അത് ചിലപ്പോൾ എന്താ പറയാ, ഇന്റർവ്യൂ മെത്തേഡ് ആവാം, ക്വസ്റ്റിനെയർ മെത്തേഡ് ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യണം. ഈ ഒരു സമയത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ കളക്ഷൻ ടൈമിലാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിൽ റെസ്പോണ്ടൻസ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമേ ആ പർട്ടിക്കുലർ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന വിഭാഗക്കാർ നമ്മുടെ റെസ്പോണ്ടൻസ് ആയിട്ട് വരത്തുള്ളൂ. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടെസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള സെഷൻസ് കിട്ടും. അവിടെയാണ് ഹൈപ്പോത്തീസിസ്, അതെല്ലാം തന്നെ നാളത്തെ സെഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, നമ്മുടെ റിസർച്ചിൽ നമ്മൾ ചാപ്റ്ററൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കും ചാപ്റ്റർ 1 എന്ന് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റേറ്റ്മെന്റ്, WWW, ആ 3 W നമ്മളെ പറയേണ്ട ഏരിയ ആണ് ആദ്യത്തെ പാർട്ട്. അപ്പൊ ചാപ്റ്റർ 1 ആണ് ഇൻട്രൊഡക്ഷൻ. ചാപ്റ്റർ 2 ആണ്
റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചാപ്റ്റർ 3 ആണ് റിസർച്ച് മെത്തഡോളജി. നമ്മൾ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചാപ്റ്റർ 3യിലാണ് വരുന്നത്. ഇനി ചാപ്റ്റർ 4ലോട്ട് വരുമ്പോഴത്തേക്കുമാണ് ഇവിടെ ഡാറ്റ അനാലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഹൈപ്പോത്തീസിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഹൈപ്പോത്തീസിസ് എല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ഇവിടെയാണ് വരുന്നത്. പിന്നെ അടുത്ത സംഭവം നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് റിസർച്ച് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, സജഷൻസ്. 5ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം തന്നെ റിസൾട്ട് ഒക്കെ നമ്മൾ മേജർ ഫൈൻഡിങ്സ് എന്താണ്, നമ്മുടെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അത്രയും നമ്മൾ ഓർത്തു വെക്കുക. ഇത്രയുമാണ് നമുക്ക് ആ ഒരു മേഖലയിൽ പഠിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നോക്കാനായിട്ടുള്ളത്. ഇനി ജസ്റ്റ് സെക്കൻഡ്, ഇനി നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി അല്ലാന്നുണ്ടെങ്കിൽ റിസർച്ചിന്റെ സെഷനിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലോട്ടാണ് പോകേണ്ടത്. ഇനി APA ഫോർമാറ്റ് പ്രകാരം നമുക്ക് എങ്ങനെ ഒരു റിസർച്ച് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ റിസർച്ച് ക്യാപ്ചർ ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം, ആ ഒരു മേഖലയിലോട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ചെയ്യാവോ? ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം, അതൊന്ന് ഓഫ് ചെയ്തേക്കിനി. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുണ്ടോ? വിസിബിൾ ആണെന്നുണ്ടെന്ന് പറയാവോ? ഹലോ, വിസിബിൾ ആണ് സർ. ഓക്കെ ഫൈൻ സർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് റിസർച്ച് ആണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് ബഡ്ജറ്റ് ഓഫ് ദ റിസർച്ച്. നിങ്ങൾ വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ റിസർച്ചിന്റെ ബഡ്ജറ്റ് എന്താണ്? കാര്യം അത് എല്ലാ റിസർച്ചിനും നമുക്ക് വെക്കണമെന്നില്ല. ബട്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് വെക്കുന്നുണ്ട്. ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ റിസർച്ചിന്റെ ഒരു ഫിനാൻഷ്യൽ ഔട്ട്കം, ഫിനാൻഷ്യൽ പ്ലാൻ എത്രയാണ്, ഫിനാൻഷ്യൽ കോസ്റ്റ് എത്രയായിരിക്കും എന്നൊക്കെ വരുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നീട് അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്ററൈസേഷൻ ആണ്. ചാപ്റ്ററൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ എൻജയർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ചാപ്റ്റർ 1 എന്താണ്, ചാപ്റ്റർ 2 എന്താണ്, ചാപ്റ്റർ 3 എന്താണ്, ആ ഒരു ഏരിയ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ റിവ്യൂ ലിറ്ററേച്ചർ, അതെല്ലാം തന്നെ ഒന്ന് ചാപ്റ്ററൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ചാപ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും ആണ് ഒരു റിസർച്ച് പ്രൊപ്പോസലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് നന്നായിട്ടൊരു റിസർച്ച് പ്രൊപ്പോസൽ എഴുതാം, അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യം നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എടുക്കുക. സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് ടൈറ്റിൽ. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, എന്താ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അത് ഒരിക്കലും വേസ്റ്റ് ഇംപ്രഷൻ ആവാതിരിക്കാനായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, ഫ്രെയിം ചെയ്യുക. അതിനുശേഷം തന്നെ നമ്മൾ എന്താ എപ്പോഴും ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള, അവരെ എൻഗേജ്ഡ് ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനൊക്കെ, ഒരു സ്റ്റാർട്ടിങ് കൊടുക്കണം. ഇപ്പൊ നമുക്ക് എന്താ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് തന്നെ ഒരു ഡെഫിനിഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്യാച്ചീവ് ആകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താ WHO ഡെഫിനിഷൻ കൊടുത്ത് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോ
ഒരു വുമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആരാ എനിക്ക് തോന്നുന്നു നെഹ്റു ആണോ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ആരുടെ ഒരു കോട്ട് ഉണ്ട്, വൺസ് വുമൻസ് എഡ്യൂക്കേറ്റഡ് ഹോൾ ഫാമിലി എഡ്യൂക്കേറ്റഡ് എന്ന് ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെ പറഞ്ഞ എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ വുമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി അങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വായിക്കാൻ വരുന്നവർക്ക് ക്യാച്ചിങ് ആവും. ഓക്കെ, കൊള്ളാമല്ലോ, നല്ലൊരു സ്റ്റേറ്റ്മെന്റ്. അതൊരു സൈക്കോളജിയാണ്, അവർക്ക് അത് ക്യാച്ചിങ് ആയിട്ട് അതൊക്കെ വായിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അതൊക്കെ അവർക്ക് തോന്നും. എന്നിട്ട് പിന്നീട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ നമ്മൾ വേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് പറയുക. ബ്രോഡോ അല്ലെങ്കിൽ വാഗോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വായിക്കും. ഇപ്പൊ നമ്മളൊരു ബുക്കൊക്കെ വായിക്കുക, അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും തന്നെ ഇപ്പൊ ആദ്യമൊക്കെ സിനിമയൊക്കെ ലാഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചോദിക്കും, ഇത് ലാഗ് ആണല്ലോ, പടം കുറച്ച് ലാഗ് ആണെന്ന് നമ്മൾ റിവ്യൂ പറയാറുണ്ട്. അപ്പൊ ആ ലാഗ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർക്കായിരിക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല രീതിയിൽ നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെ വെക്കുക. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ റിസർച്ച് ക്വസ്റ്റിനെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഏരിയയെ മാത്രം ഫോക്കസ് ചെയ്തുള്ള റിവ്യൂ കളക്ട് ചെയ്യുക. ഇപ്പം ട്രൈബൽ വുമൺ ആണെന്നുണ്ടെങ്കിൽ ട്രൈബൽ വുമണിനെ കുറിച്ച് മാത്രം റിവ്യൂ എടുക്കുക, അല്ലാതെ വേറെ അർബൻ വുമണോ അല്ലെങ്കിൽ വേറെ കമ്മ്യൂണിറ്റി വുമൻസിനെ കുറിച്ചൊന്നും എടുക്കാൻ പോകരുത്, അത് മാത്രം നോക്കുക. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എപ്പോഴും സ്പെസിഫിക് ആക്കി വെക്കുക. ഒബ്ജക്റ്റീവ്സ് മാറാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസിൽ തന്നെ അത് പക്ക പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ അടുത്തത് എന്താ പറയുക, നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻസിന് അലൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിസർച്ച് ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പൊ അതിനെ അലൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക, കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റിയൽ വേൾഡ് ഇഷ്യൂസുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉള്ള സ്റ്റഡി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുഭൂമിയിലെ ഒട്ടകത്തിനെ കുറിച്ചും ഇവിടുത്തെ തക്കാളിയുടെ അല്ലെങ്കിൽ തണ്ണിമത്തന്റെ തൊലിയിലെ രൂപവ്യത്യാസത്തിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ റിയൽ വേൾഡുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി നോക്കുക. ഈ സ്റ്റഡി കൊണ്ടൊരു ഗുണം ഉണ്ടാവണം, ഈ സ്റ്റഡി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവണം എന്ന രീതിയിൽ നമ്മളൊരു പ്രൊപ്പോസൽ എഴുതിയാൽ ഓഫ് കോഴ്സ് അതിന് നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അടുത്ത സാധനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ തറവായിട്ട് ചെയ്യുക, നല്ല രീതിയിലുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നോക്കുക. പിന്നെ റോബസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കേസ് വർക്ക് അല്ല നമ്മൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേസ് സ്റ്റഡിയോ അതല്ലാന്നുള്ള FGD ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്റ്റഡിക്ക് അനുയോജ്യമായിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആണ് ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. ആത്മാവ് എന്ന് പറയുന്നത്, ആത്മാവ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഭൂലോകം പോലും നേടിയിട്ട് കാര്യമില്ലെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് ഓർത്തിരിക്കുക, ബൈബിൾ അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ആത്മാവില്ലാത്ത സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പൊ നല്ല ആത്മാവ് റിസർച്ച് മെത്തഡോളജി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നീട് സാമ്പിളിങ്ങും യൂണിവേഴ്സും എല്ലാം തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുക, അത് സ്പെസിഫിക് ആക്കുക. പിന്നെ മാക്സിമം തെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ വരുത്തുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസർച്ച് നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ എന്താ മാക്സിമം ടെക്നോളജി വേൾഡിലാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ മാക്സിമം അതൊക്കെ യൂസ് ചെയ്യുക. AI ടെക്നോളജിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. AI സോഫ്റ്റ്വെയർ ഒക്കെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വിത്ത് സപ്പോർട്ട് ഓഫ് AI, ഗൂഗിള്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം മുമ്പൊക്കെ എന്താ റിസർച്ച് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി മുഴുവൻ പരദേശിയെ പോലെ തേടി അലയണം. അങ്ങനെയൊക്കെ നമ്മൾ വാണ്ടർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ വാണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഗൂഗിളിനേക്കാൾ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് AI വരവെന്ന് പറയുന്നത്. ഇനിയിപ്പോ AI-നേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതേപോലെ AI സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് ഒക്കെ എടുത്തിട്ട് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ കിട്ടും. ഇത്രയുമാണ് നമുക്ക് റിസർച്ച് പ്രൊപ്പോസലിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ റിസർച്ച് പ്രൊപ്പോസൽ എങ്ങനെ എഴുതാം, എങ്ങനെ വെൽ സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്യാമെന്ന് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ സെക്കൻഡ് കണ്ടന്റിലോട്ട് പോവുകയാണ്. ഇതെന്ന് പറയുന്നത് APA ഫോർമാറ്റ് ആണ്. APA ഫോർമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ എന്നൊരു ടീമാണ്, അല്ലെങ്കിൽ അവരാണ് റിസർച്ചിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മളെല്ലാവരും വേർഡ് ഫയലൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലോ. വേർഡ് നമ്മൾ ലാപ്ടോപ്പിലായാലും സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നവരാണ്. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് തന്നെ APA ഫോർമാറ്റിലാണ് അവര് അത് ഇത് ചെയ്തേക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്തേക്കുന്നത്, അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, APA ഫോർമാറ്റിൽ നിങ്ങൾ അധികമായിട്ട് നോക്കേണ്ട സംഭവമില്ല. നിങ്ങൾ ഇത്ര ഓർക്കുക, അക്കോർഡിംഗ് ടു APA ഫോർമാറ്റ് നമ്മളുടെ ഫോണ്ട് സൈസ്, നമ്മളിപ്പോൾ റിസർച്ചിൽ നമ്മൾ ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ടൈംസ് ന്യൂ റോമൻ ആയിരിക്കണം. 12 ആയിരിക്കണം നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. അതായത് ഫോണ്ടിന്റെ സൈസ് എന്ന് പറയുന്നത് 12 ആയിരിക്കണം. അതേപോലെ തന്നെ അത് ടൈംസ് ന്യൂ റോമനോ അതല്ല എന്നുണ്ടെങ്കിൽ ഏരിയലോ ആയി. ഇപ്പൊ നമ്മൾ ഇപ്പൊ വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും നമുക്ക് വരുന്നത് ഏരിയയിലായിരിക്കും, പോയിന്റ് ഏരിയയിലായിരിക്കും ആദ്യം വരുന്നത്.
പക്ഷെ എല്ലാവരും ഒരു യൂണിവേഴ്സൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. അപ്പൊ ടൈംസ് ന്യൂ റോമൻ 12 ഇട്ടിട്ടായിരിക്കണം നമ്മളുടെ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ലാംഗ്വേജ്, ഈ ഫോണ്ട് എന്ന് പറയുന്നത്, ഈ കണ്ടന്റ് ഫോം എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ടാണ് കണ്ടന്റ് ആയിട്ട് ഇട്ടേക്കുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. അതുപോലെ തന്നെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് AP ഇട്ടേക്കുന്ന ടൈറ്റിൽ ഏരിയലാണ്. ഇതാണ് അതിന്റെ ടോണിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ ടൈംസ് ന്യൂ റോമൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു പ്രൊഫഷണലും ആയിരിക്കും. ഫോർമാറ്റ് കുഴപ്പമില്ല, ബട്ട് നിങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ അടുത്ത എന്താ നമ്മൾ നെക്സ്റ്റ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ്. എപ്പോഴും ഹെഡിങ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം തന്നെ ഒരു പേപ്പറിന്റെ ഇഞ്ച് എന്ന് പറയുന്നത് 8.5 ആക്കുക. അതൊക്കെ നമുക്ക് ഓൾറെഡി അങ്ങനെ തന്നെയാണ് നമ്മുടെ വേർഡ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് മാർജിൻ അലൈനൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എപ്പോഴും ഡബിൾ സ്പേസ് കൊടുക്കുക. എല്ലാ ടെക്സ്റ്റിനും റെഫറൻസ് ഒക്കെ എല്ലാ ടെക്സ്റ്റിന്റെയും കൂട്ടത്തിൽ ഡബിൾ സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ പേജ് നമ്പർ, പിന്നെ നമ്മൾ ഫൂട്ടറും ഇതും ഉണ്ടല്ലോ, അതായത് ഹെഡർ ഫൂട്ടർ. ആവശ്യമെങ്കിൽ ഹെഡർ ഫൂട്ടർ കൊടുക്കുക. അങ്ങനെ കൊടുക്കണമെന്നാണ് റിസർച്ച് പറയുന്നത്. കാര്യം ഇപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മളൊരു 4ാമത്തെ പേജിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ഏതെങ്കിലും നമ്മൾ കടമെടുത്തിട്ടുള്ളതാകാം, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആ ഡെഫിനിഷന്റെ ഒരു റെഫറൻസ് നമ്മൾ ഫൂട്ട് നോട്ടായിട്ട് കൊടുക്കുക. പിന്നെ വരുമ്പോഴത്തേക്ക് എന്താ അബ്സ്ട്രാക്ട്. ഇനി ഞാൻ AP ഫോർമാറ്റിന്റെ രീതിയിലാണ് പറയുന്നത്. ഞാൻ റിസർച്ചിൽ ഞാൻ പറയാനായിട്ട് മാറ്റി വെച്ചൊരു കാര്യം ഇതാണ്. എപ്പോഴും നമ്മുടെ റിസർച്ചിന്റെ ആദ്യത്തെ പേജിൽ അബ്സ്ട്രാക്ട് എന്നൊരു കാര്യം ഉണ്ടാണ്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ റിസർച്ചിന്റെ ഒരു ക്യാപ്സ്യൂൾ ആയിരിക്കും അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് സിനിമ ഉണ്ടല്ലോ, 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയുടെ അബ്സ്ട്രാക്ട് ആണ് ആ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ കാണാറുണ്ട്, എല്ലാ സിനിമയും റിലീസ് ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു 2 or 4 ഒരാഴ്ചക്ക് മുമ്പ് ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങാറുണ്ട്. അപ്പൊ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇപ്പൊ ഗോട്ടിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി വിജയ് ഡബിൾ റോൾ ആണ്, വിജയ് എഗെയിൻ രക്ഷകനാണ്, ഇത്തവണ വിജയ് രക്ഷിക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ സ്റ്റഡിയുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഏരിയ, നമ്മുടെ റിസർച്ച് ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഏരിയ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് 150നും 250 വേർഡിന് ഇടയിലാവണം. ഈ അബ്സ്ട്രാക്റ്റിലായിരിക്കണം നമ്മുടെ റിസർച്ച് മെത്തഡോളജി ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കണം. അപ്പോൾ ഓർക്കുക, അബ്സ്ട്രാക്റ്റ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുക, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇനി ടെക്സ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ എല്ലാ ടെക്സ്റ്റിന്റെയും കൂടെ സൈറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ അതെ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് സൈറ്റേഷനിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾക്ക് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റഡി ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലോ ലെവൽ ഓഫ് സോഷ്യൽ സപ്പോർട്ട് it will be leads to severe psychosocial problems of youth in fisherman community in Australia. അങ്ങനെ ഒരു ഫൈൻഡിങ്സ് എനിക്ക് കിട്ടുമോ? അപ്പൊ ഞാൻ നേരെ ആ സാധനം അവിടെ നിങ്ങളുടെ ചുരണ്ടി എടുക്കണം. അത് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്യണം. പക്ഷേ ഈ സാധനം നമ്മൾ വെറുതെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാജറിസത്തിന്റെ അണ്ടറിൽ വരും, അത് കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും സൈറ്റേഷൻ, അത് ഏത് ഓതർ ആണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കോട്ട് ചെയ്യണം. ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ ബ്രാക്കറ്റിൽ സ്മിത്ത് ഏത് വർഷമാണ് പറഞ്ഞിട്ടുള്ളത് 2020 ഇങ്ങനെ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കണം. അപ്പൊ നമുക്ക് പിന്നെ അതിനെയാണ് നമ്മൾ സൈറ്റേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ റെഫറൻസിൽ സൈറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഇതാണ്. നമ്മൾ നമ്മുടെ കണ്ടന്റിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്തു നിന്നാണോ എടുത്തിട്ടുള്ളത് അവരുടെ പേര് നമ്മൾ വെക്കുന്നു റെഫറൻസ് ആയിട്ട്. അതിനാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് കുറച്ച് മോഡലുണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ് അങ്ങനെ. ഇൻ കേസ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നാണ് ആ സൈറ്റേഷൻ എടുത്തേക്കണമെന്ന് വിചാരിക്കും. നമ്മളൊരു പുസ്തകം വായിച്ചപ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് പുസ്തകത്തിൽ നിന്ന്, ഈ പുസ്തകത്തില് ആ ബുക്കില് ഏത് പേജിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നേരത്തെ ഇപ്പൊ ഒരു ടെക്സ്റ്റിനകത്ത് ആ ഒരു പേജ് നമ്പർ 15 പറഞ്ഞതെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ നേരെ സ്മിത്തിനെ ഇട്ടിട്ട് ആ പേജ് നമ്പർ സഹിതം അവിടെ റെഫറൻസ് കൊടുക്കും. ഓക്കെ, അതാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അത്രയുമാണ് നമുക്ക് സൈറ്റേഷനെ കുറിച്ച് അല്ലാന്നുണ്ടെങ്കിൽ സൈറ്റേഷൻ എന്ന കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് കടമെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കോപ്പി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് നമ്മൾ അവിടെ കൊടുക്കണം. സൈറ്റേഷൻ ഇപ്പൊ നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നെറ്റിൽ നിന്നും എവിടെന്നെങ്കിലും ഒക്കെ നമ്മൾ കോപ്പി ചെയ്യുമായിരിക്കും. പക്ഷെ കോപ്പി ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ വെക്കാനായിട്ട് പാടില്ല. പകരം എവിടുന്നാണോ കോപ്പി ചെയ്താൽ പ്രോപ്പർ ആയിട്ടുള്ള സൈറ്റേഷൻ നമ്മൾ സൈഡിൽ റെഫർ ചെയ്യുക. അതാണ് റെഫറൻസ്, അതാണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെഫറൻസിലോട്ടാണ് വരുന്നത്. ഇത് ലാസ്റ്റ് പേജ് ആണ്. നമ്മൾ എന്ത് സ്റ്റഡി, നമുക്ക് വെറുതെ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പകരം നമ്മൾ റിസർച്ചിൽ നമ്മൾ ഏതൊക്കെ ഡാറ്റ ഏതൊക്കെ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടോ
അത് എല്ലാവരും നമ്മൾ റെഫറൻസ് പാർട്ടിൽ നമ്മൾ API ഫോർമാറ്റ് നമ്മൾ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്യണം. API ഫോർമാറ്റിന്റെ 7 ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ 7 ആണ് ഇപ്പൊ നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ റെഫറൻസിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ബുക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുക, റെഫറൻസിന്റെ ഫോർമാറ്റ് ആണ്. റൈറ്റ് സൈഡിൽ അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെഫറൻസ് നമ്മൾ ഏതെങ്കിലും ബുക്കിൽ നിന്നാണ് കളക്ട് ചെയ്യണമെങ്കിൽ API ഫോർമാറ്റ് പ്രകാരം ആദ്യം ഓതറിന്റെ നെയിം, പിന്നീട് ബ്രാക്കറ്റിൽ ഏത് വർഷമാണ് ആ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത് ടൈറ്റിൽ ഓഫ് വർക്ക് അത് ഇറ്റാലിക്സിൽ കൊടുക്കണം. ഇറ്റാലിക്സിൽ കൊടുക്കുന്ന ടൈറ്റിൽ ഓഫ് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വർക്ക് ആണല്ലോ, ഇപ്പൊ നിങ്ങൾ കളക്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റഡി, അയാളുടെ സ്റ്റഡിയുടെ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിൽ ഇറ്റാലിക്സിൽ കൊടുക്കുക. പിന്നീട് ഇറ്റാലിക്സ് മാറ്റിയിട്ട് പബ്ലിഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പബ്ലിഷർ ആണ് അത് ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡൽഹിയിലുള്ള പബ്ലിഷേഴ്സ് വികാസ് പബ്ലിക്കേഷൻ ആയിരിക്കാം ആ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ പേര് വെക്കുക, ഏതാണോ പബ്ലിഷർ ആ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്ന കമ്പനി. റൈറ്റ് സൈഡിൽ ഞാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുക, ബുക്കിന്റെ ആണെങ്കിൽ സ്മിത്ത് JA എന്ന വ്യക്തിയാണ് 2020 സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ വർക്ക് പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടീസ് എന്നാണ് ബുക്കിന്റെ പേര്. ആ ബുക്ക് പബ്ലിഷ് ചെയ്തേക്കുന്ന പിയേഴ്സൺ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഓർക്കുക, ഓതറിന്റെ പേര്, അതിനുശേഷം ബ്രാക്കറ്റിൽ ഇയർ, ബുക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇറ്റാലിക്സിലായിരിക്കണം. അതാണ് API ഫോർമാറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ജേണലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കാം. ഇപ്പൊ ജേണൽ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഓതറിന്റെ പേരും എടുക്കുക, എന്നിട്ട് ടൈറ്റിൽ ഓഫ് ദി ആർട്ടിക്കിൾ കൊടുക്കുക. അതായത് ആ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ എന്താണ് അത് സാധാ ഫോണ്ടിൽ തന്നെ കൊടുക്കുക. പക്ഷേ ടൈറ്റിൽ ഓഫ് ദി ജേണൽ വരുമ്പോഴത്തേക്കായിരിക്കും, ജേണൽ ആണെന്നുണ്ടെങ്കിൽ ജേണലിന്റെ ടൈറ്റിലാണ് നമ്മളിവിടെ ഇറ്റാലിക്സിൽ കൊടുക്കേണ്ടത്. എന്നിട്ട് ജേണൽ ടൈറ്റിൽ മാത്രം കൊടുത്താൽ പോലെ അതിന്റെ വോളിയം കൊടുക്കണം, അതിന്റെ ഇഷ്യൂ ഏതാന്ന് കൊടുക്കണം, പേജ് നമ്പർ ഉണ്ടെന്നുള്ള പേജും കൊടുക്കണം. അതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ റെഫർ ചെയ്യുക. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്നത്, നമ്മളെ ആർട്ടിക്കിൾ ഒന്നും ആയിരിക്കും, നമ്മൾ എല്ലാവരും തന്നെ വെബ്സൈറ്റിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെബ്സൈറ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ആദ്യം തന്നെ ഓതറിന്റെ നെയിം കൊടുക്കുക, പിന്നീട് ഇയർ കൊടുക്കണം, മന്ത് കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. അത് നമ്മൾ ഓർത്തിരിക്കണം. ഏത് വർഷം, ചിലരൊക്കെ ടൈമും കൂടെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിക്കിപീഡിയ എന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. വിക്കിപീഡിയ നമുക്കറിയാം, വിക്കിപീഡിയ നമുക്ക് ഫ്രീ ഇതാണ്, എല്ലാവർക്കും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ 9/15 ഇട്ടേക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ നാളെ 9/15 വിക്കിപീഡിയ വന്നേക്കണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്താ അത് കോട്ട് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് റെഫറൻസ് ആയിട്ട് കൊടുത്തേക്കും. പക്ഷെ പിന്നീട് റെഫറൻസ് വരുമ്പോഴത്തേക്കും ഡേറ്റ് നമ്മൾ മിസ്മാച്ച് വരും. ഇത് അങ്ങനെയല്ലല്ലോ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിക്കിപീഡിയ എന്നൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡേറ്റിന്റെ കൂടെ തന്നെ ടൈമും എടുത്തേക്കുന്ന റിട്രീവ് ചെയ്തേക്കുന്ന ടൈമും കൂടി അവിടെ മെൻഷൻ ചെയ്യുക. ഇതാണ്. പിന്നെ വെബ്സൈറ്റ് ഏതാണ് കൊടുക്കുക, അതേപോലെ തന്നെ വെബ്സൈറ്റിന്റെ നെയിം കൊടുക്കണം, URL കൊടുക്കണം. ഇപ്പൊ നേരെ റൈറ്റ് സൈഡിലെ വെബ്സൈറ്റിന്റെ ഒരു മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ സ്കോളർ എന്നൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്കോളർ കൊടുക്കുക. ഗൂഗിൾ സ്കോളറിന്റെ നമുക്ക് URL ഒക്കെ അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത് റെഫറൻസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് API ഫോർമാറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് റെഫറൻസ്. ഇനി റെഫറൻസും കഴിഞ്ഞ് നമ്മുടെ പ്രൊപ്പോസലിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പൻഡിക്സ് എന്നും ഗ്ലോസറി എന്നും പറയുന്നത്. അപ്പൻഡിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിൽ ഉണ്ടല്ലോ, അതായത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ആവാം, ഏതെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള സ്കെയിൽ ആവാം. ഈ സ്കെയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ആ സ്കെയിലാണ് ഇവിടെ നമ്മൾ അപ്പൻഡിക്സ്, ആ സ്കെയിലിന്റെ PDF ആ സ്കെയിലാണ് നമ്മൾ ഇവിടെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചില PhD സ്റ്റഡി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളെ മൾട്ടിപ്ലൈ അവസാനം അപ്പൻഡിക്സിലും അവർ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർ യൂസ് ചെയ്തിട്ടുള്ള സ്കെയിലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പൊ ആ സ്കെയിൽ, ആ ഡേറ്റ, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അത് അപ്പൻഡിക്സ് A B അതിനൊരു ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഇനി അടുത്തത് ഗ്ലോസറിലോട്ട് വരിക. ഗ്ലോസറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രിവേഷൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡിയിൽ കുറച്ച് അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ വേർഡ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണെന്ന് നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ WHO എന്ന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ WHO അബ്രിവേഷൻ എന്താ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ്. അങ്ങനെ എൻറ്റയർ സ്റ്റഡിയിൽ ഇൻട്രൊഡക്ഷൻ മുതൽക്ക് നമ്മൾ ഡേറ്റ ഇൻട്രൊഡക്ഷൻ മുതൽക്ക് നമ്മൾ കൺക്ലൂഷൻ വരെ ഏതെങ്കിലും അബ്രിവേഷൻസ്, ഏതെങ്കിലും അങ്ങനെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം, അതിന്റെ അബ്രിവേഷൻ നമ്മൾ ഇവിടെ കൊടുക്കുക. ഇനി അബ്രിവേഷനിൽ തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതും നമ്മൾ നന്നായിട്ട് തിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അബ്രിവേഷൻ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്രോണിംസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇനിഷ്യൽസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്ഷൻസ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അക്രോണിയം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അക്രോണിയം ആണ് ഈ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാസ എന്താ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഒരു അക്രോണിയം പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുക, നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു പേര് പോലെ വായിക്കുന്ന, ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ അമ്മ നമ്മൾ വായിക്കാറുണ്ടല്ലോ, എന്താ അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് മലയാളം, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതേപോലെ നമുക്ക് വേറെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പൊ പറയാനായിട്ട് സാധിക്കുക, ജിപ്മീർ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ നിംഹാൻസ് നമ്മൾ പറയാറുണ്ടല്ലോ. നിംഹാൻസ് നമ്മളൊരു വാക്കായിട്ടാണ് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അങ്ങനെ പറയുന്നത്. അതേപോലെ ജിപ്മീർ,
ജിപ്മീർ എന്താ അത് പോണ്ടിച്ചേരിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ അക്രോണിയം എന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ നാസ നമ്മളൊരു വേർഡ് ആയിട്ടാണ് പറയുന്നത്. നാസ എന്ന് വെച്ചൊരു വേർഡ് അല്ല, നമുക്കറിയാം നാസ എന്ന് പറയുന്നത് നാഷണൽ എയറോനോട്ടിക് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇനി അടുത്ത സാധനമാണ് ഇനിഷ്യലിസം എന്ന് പറയുന്നത്. അത് സിമിലിയർ ടു അക്രോണിയം ആണ്, ബട്ട് അതിന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ലെറ്റർ ബൈ ലെറ്റർ ആയിരിക്കും. അതിനൊരു ഉദാഹരണമാണ് FBI എന്ന് പറയുന്നത്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി നമ്മൾ CBI എന്ന് പറയുമല്ലോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതൊന്നും നമ്മൾ ഇപ്പൊ CBI നമ്മൾ CBI എന്ന് പറയാറില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പൊ FBI ആണെങ്കിൽ നമ്മൾ FBI എന്നേ പറയാറുള്ളൂ. അതുപോലെ പിന്നെ നമ്മൾ പറയണ്ട ICD 10 എന്ന് നമ്മൾ ഒരിക്കലും ICD 10 എന്ന് പറയാറില്ല, പകരം ICD 10. ഓരോ ലെറ്ററും എടുത്തെടുത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചേരണം. അതിനെയാണ് നമ്മൾ ഇനിഷ്യലിസം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ലെറ്റർ. അതായത് ഡോക്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ DR എന്ന് ഇടാറ്. അഡ്വക്കേറ്റ് ആണെന്നുള്ള അതിന് മുമ്പായിട്ട് ADV എന്ന് ഇടാറ്. അങ്ങനെ നമ്മൾ ഷോർട്ട്, അവരുടെ ഒരു പൊസിഷനോ പദവിക്കോ നമ്മൾ ഷോർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം, അതാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഗ്ലോസറിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെയാണോ ആ ഗ്ലോസറി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത്രയുമാണ് നമുക്ക് റെഫറൻസ് പാർട്ടിൽ പറയാനുള്ളത്, ലാസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ എഴുതാനായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊപ്പോസൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അതിന് നിങ്ങളാണ് പറയേണ്ടത്. മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം നിർത്താം. ഓക്കെ, ഇനി നിങ്ങളിലോട്ടാണ് പോകുന്നത്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ ലാപ്പിന് എന്തോ സ്പീക്കറിന് കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. സോ നമുക്ക് ടെക്നിക്കലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ സോറി, അത് ഞാൻ നിങ്ങളോട് സോറി ഒക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം. സാറേ, ഗുഡ് ഈവനിങ്. പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഈ ചാപ്റ്റർ വൈസ് സാറ് അവസാനം പറഞ്ഞല്ലോ, ചാപ്റ്റർ അതായത് ഇൻട്രൊഡക്ഷൻ, പിന്നെ ചാപ്റ്റർ 1, 2 എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഓരോ ചാപ്റ്ററിനും ഇത്ര വേർഡ് ലിമിറ്റ് ഉണ്ടോ, അതോ അതുപോലെ തന്നെ ടോട്ടൽ എത്ര വേർഡ് ലിമിറ്റ് ആണ്? അത് യൂണിവേഴ്സിറ്റി വൈസ് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെന്റ് വേർഡ് ലിമിറ്റ് ഉണ്ടോ? താങ്ക് യു. വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു യൂണിവേഴ്സിറ്റി, അത് ഡിപ്പെൻസ് അപ്പോൺ യൂണിവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു തിങ് ആണ്. നമുക്കിപ്പോ എപ്പോഴും നമ്മൾ പ്രൊപ്പോസൽ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഷോർട്ട് ആക്കി വെക്കുക. റിസർച്ച് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് അതാണല്ലോ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓവർ ആയിട്ടൊന്നും പോകാതിരിക്കുക. ഇപ്പൊ അബ്സ്ട്രാക്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 150-200 വേഴ്സിൽ നിർത്തുക. പിന്നീട് നമ്മുടെ ഇൻട്രൊഡക്ഷനോട്ട് പോകുമ്പോഴത്തേക്കും മാക്സിമം ഒരു 400, 500, 600 വേഴ്സിലൊക്കെ നിർത്തുക. റിവ്യൂ എന്ന് പറയുന്നത് എന്താ, ഒരു ഇന്റർനാഷണൽ നാഷണൽ കൂടെ ഒരു 10 ഒക്കെ കളക്ട് ചെയ്യുക. പിന്നെ മെത്തഡോളജിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേർഡ് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മെത്തഡോളജി എന്നാലും ഒരുപാട് പോകില്ല, അപ്പോൾ മാക്സിമം പോലെ ഒരു 3 പേജൊക്കെ പോകത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള സംഭവം അവിടെ കൊണ്ട് നമ്മൾ പ്രൊപ്പോസൽ നിൽക്കുമല്ലോ, അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ പ്രൊപ്പോസൽ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രൊപ്പോസലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പോയിന്റ് വൈസ് ആയിട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റ് വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ വേർഡ് കൗണ്ട് എപ്പോഴും മാക്സിമം കുറയ്ക്കുക. അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു മാക്സിമം പോയാലും ഒരു 200, 300 ഒക്കെ കൊണ്ട് നിർത്തുക. ഇനി അടുത്ത സാധനം, എൻ്റെ ഒരു റിസർച്ച്, ഞാൻ ആ മെസ്സേജ് കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. റിസർച്ചിന് എക്സാമ്പിൾ ഫോർ റിസർച്ച് സോഫ്റ്റ്വെയർ ഇൻ റൈറ്റിംഗ്. റിസർച്ച് സോഫ്റ്റ്വെയർ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓർക്കുക, നമ്മൾ ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി, അതായത് ഇപ്പൊ ഒരുപാട് AI ടൂൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ChatGPT ഒക്കെ ഉണ്ട്. പക്ഷെ ChatGPT എന്നൊക്കെ കൊണ്ട് നമ്മൾ സഹായം ചെയ്ത്, അല്ലെങ്കിൽ ChatGPT എന്നൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാജിറിസം ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പ്ലാജിറിസത്തിൽ പെടുമ്പോൾ നമ്മൾ പെട്ടുപോകും. കാരണം ഈ ChatGPT ആണെങ്കിൽ കൂടി ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക്, ഇന്റർനെറ്റിന്റെ അക്രോസ് ഓഫ് ഇന്റർനെറ്റ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും അവർ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് എന്താ പറയുക, നമ്മൾ പ്ലാജറിസം സോഫ്റ്റ്വെയറിലോട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രശ്നമാകും. കാര്യം അപ്പൊ നമുക്ക് അവിടെ പ്ലാജറിസം അടിച്ചിട്ട്, നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാക്സിമം എന്താ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 10% പ്ലാജറിസം മാത്രം വരാനേ പാടുള്ളൂ. വേറെ യൂണിവേഴ്സിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം ഒരു 15%, ഒരു 15% ഒക്കെ വരാം. പക്ഷെ നമ്മളിങ്ങനെ എല്ലാം ChatGPT-യിലൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാജറിസം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാജറിസം റിമൂവ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതും നമ്മൾ അറിയേണ്ടതാണ്. എല്ലാത്തിനും ഒരു കയറ്റം ഇറക്കം ഉണ്ടെന്ന് പോലെ തന്നെ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ നമുക്ക് ജെനി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ജെനി നമുക്ക് റിസർച്ചിന് നല്ല യൂസ്ഫുൾ ആണ്. ChatGPT-യുടെ അപ്ഡേറ്റഡ് വേർഷൻ വളരെ യൂസ്ഫുൾ ആണ്. നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്. 4.0 വേർഷൻ. പിന്നീട് നമ്മുടെ ഗൂഗിളിന്റെ തന്നെയുള്ള ജെമിനി
ജെമിനി നല്ലതാണ്. പിന്നെ എ ടൂൾ പറയാനായിട്ടുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി റിസർച്ച് ചെയ്യുന്നവർക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഓർക്കുക, നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം നമ്മളൊരു സാധനം കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊന്ന് റീഫ്രേസ് ചെയ്യണം. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്യരുത്. പകരം ഒന്നുകൂടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചാൽ വലിയ പ്രശ്നമില്ല. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യും. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ട് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. വേറെ നോക്കുക, ഓർത്ത് നോക്കുക, പെർപ്ലക്സിറ്റി, ChatGPT 4.0 വേർഷൻ, പിന്നെന്താ ജെമിനി, ഇതൊക്കെയാണ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചിന് പറ്റുന്ന സോഫ്റ്റ്വെയർസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടോ ചോദിക്കാം.